അപ്പോൾ നമ്മൾ വിൻ്റർ വെക്കേഷനൊക്കെ ഇവിടെ യു എയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ ക്ലാസ് തുടങ്ങുന്നതാണ്. സോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് നമ്മൾ പുറത്ത് പോകുന്നതാണ്. ലാസ്റ്റ് വിൻ്റർ വെക്കേഷനായിട്ടുള്ള ഒരു ചില്ലാക്കലാണ്. സോ നമുക്ക് വിശേഷങ്ങൾ ഇതിപ്പോൾ ഇവർ ശീലാക്കിയൊരു സംഭവമാണ്. ഇങ്ങനെ ഗ്രോസറിന്ന് സാധനം വാങ്ങിയിട്ട് ബാഗിൽ വെച്ചിട്ട് ഇടയ്ക്കെല്ലാം വണ്ടി നോക്കി തിന്നുന്നത്. അങ്ങനെ ഗ്രോസറി കഴിഞ്ഞിട്ട് നമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഫ്രണ്ടിലിരുന്നിട്ട് നമ്മുടെ അലയും കാഴ്ച കാണാൻ വേറെ തന്നെ ഒരു മൊഞ്ചാണ്. മലനിരകളൊക്കെ കണ്ടിട്ട് വൈബ് ആസ്വദിച്ചിട്ട് നമ്മളിതാ ഇവിടെ മാളിലെത്തി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം മാളിൽ. പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഓവർ പുറത്ത് നിൽക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഈ മാൾസിൽ തന്നെ വരുന്നത്. സോ എനിക്കും ഇഷ്ടം ഇങ്ങനെ മാളിൽ നിന്ന് ഇങ്ങനെ വായി നോക്കി നടക്കാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടൺ ക്യാൻഡി, അതായത് നമ്മൾ ഇപ്പം ആണല്ലേ കോട്ടൺ ക്യാൻഡി എന്നൊക്കെ പറയൽ, പണ്ട് നമ്മൾ പുല്ലുമുട്ടായി. അപ്പോൾ ഇവർക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പുല്ലുമുട്ടായി. അങ്ങനെ നമ്മൾ 2 കോട്ടൺ ക്യാൻഡി ഓർഡർ ചെയ്ത് നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനു. ഇതാക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ ആക്കുന്ന കാണാൻ. അങ്ങനെ നമ്മളിതാ കോട്ടൺ ക്യാൻഡി, അപ്പോൾ ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. കാരണം ഇവരുടെ അടുത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ 2 ആളും നമുക്ക് തന്നിട്ടില്ല ഗൈസ്. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ഷോപ്പ് ഭയങ്കര രസമാണ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൻറ്റിക് സംഭവങ്ങൾ, പഴയ കാലത്തുള്ള ഓരോ സംഭവങ്ങളും നല്ല ഗിഫ്റ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഓരോ നല്ല ആൻറ്റിക് ടൈപ്സ് ഗിഫ്റ്റുകളും ഓരോ സംഭവങ്ങൾ എന്താ പറയുക നമുക്ക് ഡെക്കറായിട്ട് എല്ലാം യൂസാക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ്, അതിന് മാത്രമുള്ളൊരു ഷോപ്പാണ്. എനിക്ക് ഈ ഒരു ഷോപ്പ് അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് സമയം പോകുന്ന അറിയില്ല. കുറേ എന്തെല്ലോ വേണമെന്നെല്ലാം തോന്നിപ്പോവും. പക്ഷേ ഇവിടെ നിന്നൊന്നും വാങ്ങാറുമില്ല. അങ്ങനെ എനിക്ക് നാട്ടിൽ പണ്ടത്തെ ഒരു ഫോണൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഷോ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ ആക്കിയിട്ട് എന്തെല്ലോ കളികളേനു. അങ്ങനെ കുട്ടികളും ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഓരോ ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു, വല്ല ജാമിയാറ്റും ഇതിനു വേണ്ടി കരയോ എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്യൂട്ട് കാറ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കാറ് കണ്ടിട്ടാണ് നമുക്ക് ഈ ഷോപ്പ് തന്നെ കയറാൻ തോന്നുക. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ നമ്മൾ അന്ന് കുട്ടികൾക്ക് മാർക്ക് കാണാൻ പറ്റായിട്ട് ഞാൻ കണ്ടപ്പോൾ ജാമി കരഞ്ഞിട്ടുണ്ടായിരുന്നു. ജാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലിങ് മൂവീസൊക്കെ. അങ്ങനെ നമ്മൾ ഐഡൻറ്റിറ്റി മൂവിയാണ് ഉണ്ടായത്. കറക്റ്റ് ടൈം ഉണ്ടായിരുന്നു ഷോ. സോ നമ്മൾ ഒരു ടിക്കറ്റിൽ കിട്ടുമെന്ന് നോക്കി. അങ്ങനെ ഈ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഓള് നല്ല സ്റ്റാഫിന് കരുണ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓൾ നമുക്ക് ഫ്രീ ആയിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച്. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിൽ നമ്മൾ 3 ആൾക്കാരെ കയറി, ഞാനും ജമ്മിയും. സോ അത് ഭയങ്കര ഞാൻ അവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നല്ല സ്റ്റാഫിന് അവർ 2 ആളും. അങ്ങനെ നമ്മളിതാ കുട്ടികൾ ജാമിയും ജമ്മക്കും ഇങ്ങനെ ഇവിടുന്ന് മൂവീസിന് ഇവർക്ക് ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് മൂവി. ചിലപ്പോൾ ഇൻട്രസ്റ്റിൽ അവർക്കൊന്നും തിരിയുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനും ചിപ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ മൂവി കണ്ടിറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മസ്റ്റ് വാച്ചൊന്നുമല്ല, കണ്ടിരിക്കുക. പിന്നെ ഹാഫ് ഇൻ്റർവെൽ വരെ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ. പിന്നെ കുറേ കൺഫ്യൂസ്ഡായി, ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ഒരിതാണ്. ക്ലൈമാക്സ് ഒന്നും വലിയ പോരാ. എന്നാലും ടൊവിനോൻ്റെ അഭിനയം കിടിലേനു, നല്ല BGM വേണു. ഇൻ്റർവെല്ലിനുപരി സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. സോ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ആഫ്റ്റർ മൂവി നമ്മൾ പ്ലേ ഏരിയയിലേക്ക് വന്ന് പിന്നെ ഈ കാണുന്ന ബബിൾസൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബബിൾസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഈ ഒരു വിൻ്റർ വെക്കേഷന് കഴിഞ്ഞിരിക്കുന്ന UAയിലെ വിൻ്റർ വെക്കേഷന് കഴിഞ്ഞ്. സോ ഇപ്രാവശ്യത്തെ വിൻ്റർ വെക്കേഷന് നല്ല അടിപൊളിയേനും എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച്. ഈ ഒരു വിൻ്റർ വെക്കേഷനിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. സോ മറക്കാൻ പറ്റാത്ത വിൻ്റർ വെക്കേഷൻ തന്നെയായിരുന്നു. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ എസ്റ്റർ ജേണി വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.